ബബ്ബബ്ബ എന്ന സിനിമ രണ്ടാം ഭാഗം വരികയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന മിസ്റ്റേക്കുകളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഈ മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നാം ഭാഗത്തിന് കിട്ടിയിട്ടുള്ള അതേ നെഗറ്റീവും കാര്യങ്ങളും ഇതിൻ്റെ 2-നും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും ഈ മിസ്റ്റേക്കുകളൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ബബ്ബബ്ബ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ട്രോള് വീഡിയോയും റോസ്റ്റ് വീഡിയോയും ഒക്കെ തന്നെ യൂട്യൂബിൽ നിരവധി ആളുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് ട്രോളാനും ഇത്രയ്ക്ക് റോസ്റ്റാനും ഈ സിനിമയ്ക്ക് ഉണ്ടോ എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റിൽ ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ബബ്ബബ്ബ എന്ന സിനിമ എല്ലാം തികഞ്ഞ ഒരു നല്ല മഹാ സിനിമയാണെന്നൊന്നും ഞാൻ എവിടെയും പറയില്ല, ഇനി പറയുകയുമില്ല. പക്ഷെ ഞാനൊരു ദിലീപ് ഫാൻ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ സിനിമ നല്ല രീതിയിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ ദിലീപിന്റെ ഫാൻ ആയതുകൊണ്ടായിരിക്കാം ദിലീപിന്റെ ഫാൻസിന് ഒന്നും തന്നെ ഈ സിനിമയ്ക്ക് നിരാശ കൊടുത്തിട്ടില്ല ഈ സിനിമ. പക്ഷേ മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് ഈ സിനിമ തൃപ്തിപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നതും അത് തന്നെയാണ് ശരിയും. അപ്പോൾ എന്തായാലും മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് ഈ സിനിമ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതൊരു പുതിയ ജോണർ ടൈപ്പ് സിനിമയാണ്. ബ്രെയിൻ ഡോട്ട് ജോണർ എന്ന് പറയുന്ന പുതിയ ജോണർ മലയാളത്തിൽ ഓപ്പൺ ചെയ്ത സിനിമയാണ് ബബ്ബബ്ബ. അതുകൊണ്ട് തന്നെ പുതിയ പരീക്ഷണമായതുകൊണ്ടും ഇത്ര കോടി നേടിയില്ലേ എന്ന് ചോദിക്കണം എനിക്ക്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് പുതിയ പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ എന്തായാലും പുതിയ പരീക്ഷണത്തിൽ ഒരു സിനിമ തുടങ്ങി. അപ്പോൾ എന്തായാലും ഈ ജോണറിന് മലയാളത്തിൽ അധികം നാൾ ഓടില്ല എന്ന് എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ മോഹൻലാലിന്റെ കാട്ടിലെ മറ്റേ ഒരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, ആ സീനിനെ കാട്ടപരാധം സീനാണെന്നാണ് ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത്രയ്ക്ക് കാട്ടപരാധമൊന്നും അല്ല. അവർ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു വലിയ രീതിയിലല്ലെങ്കിലും കുറച്ച് അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ആ ഫൈറ്റ് സീനൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ആ ഫൈറ്റ് സീൻസിനെ കാട്ടപരാധം എന്ന് വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ല. എനിക്കത് കാട്ടപരാധമായിട്ടൊന്നും തോന്നിയിട്ടുമില്ല. പിന്നെ ആ സിനിമയിലെ ഫൈറ്റ് സീനിൽ അതൊന്നുമല്ല ഏറ്റവും മികച്ചത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൈറ്റ് സീൻ എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനുള്ളിലെ ആ ഫൈറ്റ് സീനാണ്. അതെന്തായാലും കുറച്ചും കൂടെ നല്ല രീതിയിൽ പവറിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ ഈ സിനിമയെ റോസ്റ്റും ട്രോളും ചെയ്യാനുള്ള രീതിക്കത്തെ അത്രയ്ക്കും ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ആ സിനിമയിലില്ല. പിന്നെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് അത്രയ്ക്ക് രീതിയിൽ ട്രോളാനും റോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയിലില്ല എന്ന് എനിക്ക് പറയാനുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ബബ്ബബ്ബ 2 വരികയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മിസ്റ്റേക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ബബ്ബബ്ബ സിനിമയ്ക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ബബ്ബബ്ബ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിൻ്റെ പേര് OG അഴിഞ്ഞാട്ടമായിരിക്കുമെന്ന് നിങ്ങൾക്ക് സിനിമയുടെ അവസാന ഭാഗം കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ OG അഴിഞ്ഞാട്ടം വരികയാണെങ്കിൽ ബബ്ബബ്ബയുടെ രണ്ടാം ഭാഗം വരികയാണെങ്കിൽ ഒൺലി മാഡ്നസ് എന്ന് പറയുന്ന ഒരു നോ ലോജിക് ഒൺലി മാഡ്നസ് എന്ന് പറയുന്ന ആ സാധനം നിങ്ങൾ മാറ്റി പിടിക്കാൻ ശ്രമിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ ഈ സാധനം എന്തായാലും മലയാളത്തിൽ വർക്കാവില്ല എന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും രണ്ടാം ഭാഗം നിങ്ങൾ ഇറക്കുമ്പോൾ കുറച്ച് ലോജിക്ക് കൂടി അങ്ങനത്തെ ഒരു നല്ല രീതിയിലൊരു സാധനം ഇറക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ജോണർ ഒന്ന് മാറ്റി പിടിക്കുക. എന്തായാലും നിങ്ങൾ പുതിയൊരു ജോണർ മലയാളത്തിൽ തന്നു. അപ്പോൾ എന്തായാലും വിജയിക്കാത്തൊരു ജോണറാണ്. അപ്പോൾ എന്തായാലും സക്സസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ജോണർ ഈ സിനിമയ്ക്ക് കൊടുക്കുക. ഇത് ഇന്ന ജോണറിൽ ചെയ്താൽ നല്ലതാകുമെന്ന് ഇല്ലല്ലോ. എല്ലാ ജോണറിലും ചെയ്താൽ ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ എത്താൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഈ സ്പൂഫ് പരിപാടി ഒന്ന് നിർത്തുക. സ്പൂഫ് പരിപാടി നിർത്തുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇപ്പോൾ ഒരു നല്ലൊരു സിനിമയുടെ ഐക്കോണിക് സീന് നിങ്ങൾ എങ്ങനെ നന്നായിട്ട് ചെയ്താലും അന്താ സീനിന്റെ മേലേക്ക് നിങ്ങൾ എത്തൂല. അങ്ങനെ എത്തിക്കഴിഞ്ഞാലും മലയാളികൾ അപ്സെറ്റ് ചെയ്യില്ല. എന്തിന് ഞാൻ പോലും അപ്സെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കൊള്ളട്ടെ. അപ്പോൾ എന്തായാലും സംഭവം ഇഷ്ടപ്പെടും, പക്ഷെ ആ സീനാണ് നല്ലതെന്ന് നമ്മൾ പറയുകയുള്ളൂ ആദ്യം എടുത്തത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിർത്തുക. പിന്നെ അതുപോലെ തന്നെ ദിലീപിനെയും മോഹൻലാലിനെയും കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് റോളിൽ കൊടുക്കാൻ ശ്രമിക്കുക. ഇതൊരു ഭ്രാന്തൻ രീതിയിലത്തെ സിനിമയാണ്. ബബ്ബബ്ബ ഒരു ഭ്രാന്തൻ സിനിമ ആയതുകൊണ്ട് കുറച്ച് ഭ്രാന്തുള്ള വട്ടുള്ള രീതിയിൽ അഭിനയിപ്പിക്കാൻ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് സീരിയസ് ആയിട്ട്, അതായത് ഭ്രാന്തൊക്കെ മാറ്റി നല്ല സീരിയസ് ആയിട്ടുള്ള കുറച്ച് സീൻസ് ഒക്കെ ഉപയോഗിച്ച് സീരിയസ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബബ്ബബ്ബ 2 വരികയാണെങ്കിൽ ഇപ്പോൾ ബബ്ബബ്ബ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള നെഗറ്റീവും റിവ്യൂകളൊക്കെ തന്നെ മാറി അടിപൊളിയായിട്ടുള്ള ബോക്സ് ഓഫീസ് വിജയവുമാകും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ബോക്സ് ഓഫീസ് വിജയിക്കാനും ഇപ്പോൾ കിട്ടിയിട്ടുള്ള നെഗറ്റീവ് ഒക്കെ മാറ്റാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊള്ളട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.